ഈ അട്ടേനെ പിടിച്ചിട്ട് മെത്തേക്കെടുത്തോ എന്ന് പറയുന്ന ഒരു ചൊല്ലില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് വീട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. വീട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പിള്ളേരുടെ പേരിലാണ് കൊടുത്തതെങ്കിലും ഇപ്പോഴാ മൂത്ത മകൻ അവിടുന്ന് ഔട്ട് തന്നെയാണ്, നമ്മളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ 2 ദിവസം മുമ്പ് രേണു സുധി വന്നിട്ട് പറഞ്ഞു ആ വീട് ചോർന്നൊലിക്കുകയാണ്, ഇതുപോലെയുള്ള വീടാണോ തരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് രേണു സുധി പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിൻ്റെ നിർമ്മാണ കമ്പനി, അതായത് നിർമ്മാണ കമ്പനിയുടെ ഉടമ ഫിറോസ് ഭായ് വന്ന് പിന്നീട് പറഞ്ഞ കാര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട് കൊടുത്തതിന് ശേഷം അവിടെ ഒരു ബാറ്ററി, അതായത് ക്ലോക്കിൻ്റെ ബാറ്ററി മാറണമെങ്കിൽ ഇവരെ വിളിക്കും. ഹലോ, ഈ ബാറ്ററി ഒന്ന് മാറിത്തരൂ എന്ന് പറഞ്ഞിട്ട്. അതുമാത്രവുമല്ല, ഇവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കണം. അപ്പോൾ അവിടുന്ന് എവിടെയോ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പൈസ കൊണ്ട് നിങ്ങൾ തൽക്കാലമായിട്ട് ഉണ്ടാക്കൂ, ഞങ്ങളുടെ ബഡ്ജറ്റ് ഇതാണ്, നല്ലൊരു വീട് വെച്ച് തന്നില്ലേ, ഇനി അതിനൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കാശാകും എന്ന് പറഞ്ഞപ്പോഴേ യൂട്യൂബുകാരെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ നാറ്റിക്കും എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്, അല്ലാതെ ഒരാളോട് പോലും ഇവർ തുറന്നു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പണ്ടേ തുറന്നു പറയേണ്ടത് തന്നെയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഈ സുധി എന്ന് പറയുന്നവൻ കടക്കാരനായത് എങ്ങനെയാണ്, അയാളുടെ പൈസ എങ്ങനെയാണ് പോകുന്നത്. രേണു സുധി തന്നെയാണ് അതിന് കാരണം. ആ സ്ത്രീക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും ആർത്തി മാറില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് പിന്നെ ഇത്രയും നല്ലൊരു വീട്, അതായത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇത്രയും നല്ലൊരു വീട് വലിയൊരു നിർമ്മാണ കമ്പനി, ഫിറോസ് ഭായിൻ്റെ നിർമ്മാണ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നിർമ്മാണ കമ്പനിയാണ്. അവർ ഒരുപാട് വീട് പുറത്തെടുത്തു കൊടുക്കുന്നതാണ്. ഇപ്പോഴും അവർ കർണാടകത്തിലും കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെയുള്ളൊരു കമ്പനി മുന്നോട്ട് വന്നിട്ട് ഇത്രയും നല്ലൊരു വീട്, അവിടെ TV, സോഫ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് രേണു സുധിക്ക് അവിടെ വന്ന് കയറി കഴിഞ്ഞാൽ ഭക്ഷണം വെച്ച് കഴിക്കുക മാത്രമേ വേണ്ടൂ, അങ്ങനെയുള്ള സെറ്റപ്പ് വരെ ചെയ്തു കൊടുത്തപ്പോഴേ ഈ സ്ത്രീക്ക് അഹങ്കാരം കൂടി എന്നുള്ളതാണ്. അത്രയും വലിയ അഹങ്കാരമാണ് ഈ സ്ത്രീ പിന്നീട് പറഞ്ഞത്. ഇവരെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞാൻ യൂട്യൂബർമാരെ വിളിച്ച് നിങ്ങളെ നാറ്റിക്കുമെന്ന്. അന്ന് തന്നെ ഇതിനെ അടിച്ചിറക്കണമായിരുന്നു അവിടുന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ വീട് ഉളുപ്പുണ്ടെങ്കിൽ ഇനി രേണു സുധി അവിടെ താമസിക്കരുത്. ഇത്രയും കുറ്റം പറഞ്ഞിട്ട് അത് എഴുതി അങ്ങ് വേണ്ട എനിക്ക് എന്ന് പറഞ്ഞ് തിരിച്ചെഴുതി കൊടുക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട് പൊളിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാണ് വേണ്ടത്. ഇന്ന് രേണു സുധി അത് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിക്ക് ഇന്ന് പൈസയുണ്ട്. രേണു സുധിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പൈസ വരുന്നുണ്ട്. അപ്പോഴെങ്ങനെയെങ്കിലും ഈ വീട് നിന്ന് മാറണം. ഈ വീട് ഒന്നുകിൽ വാടക കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണം, ഇല്ലെങ്കിൽ ചോരുന്ന വീടാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് പോകണം. ഒഴിവാക്കിയിട്ട് പോയിട്ട് എവിടെയെങ്കിലും ഫ്ലാറ്റോ കാര്യങ്ങളോ എടുക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അല്ലാതെ രേണു സുധി നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. അതായത് കൊല്ല സുധിയുടെ 2ാമത്തെ ഭാര്യ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രേണു സുധി അങ്ങനെ ഒരു പാവമല്ല, ഒരു പാവം പെണ്ണുങ്ങളൊന്നുമല്ല. ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ബുദ്ധിയും വിവരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എവിടെ എങ്ങനെ നീങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊല്ലസുധിയുടെ പണം പോയ വഴി എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് പറയണം. അതായത് നമ്മളൊക്കെ കൊല്ലസുധിയെ കാണാൻ തുടങ്ങിയത് എങ്ങനെയാണ്? സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാണ്. ഈ സ്റ്റാർ മാജിക്കിലാണെങ്കിൽ എല്ലാ ദിവസവും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുധിയാണ്. അപ്പോൾ ബിനു അടിമാലിയായാലും മറ്റുള്ളവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കൊല്ലസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയിലുണ്ട്. ഈ സ്റ്റാർ മാജിക് എന്ന് പരിപാടി നല്ല റേറ്റിംഗിൽ പോകുന്ന ഒരു പരിപാടിയാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വീടും കാറും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റിലായിട്ടുണ്ട്. അപ്പോഴും കൊല്ലം സുധിക്ക് മാത്രം എന്താണ് ദാരിദ്ര്യം? കൊല്ലം സുധിക്ക് മാത്രം എങ്ങനെയാണ് ദാരിദ്ര്യം വന്നത്? കൊല്ലം സുധിയാണെങ്കിൽ 10 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് കൊടുത്തിട്ടില്ല, കൊല്ലത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് കൊല്ലസുധി ഉള്ളിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൊല്ലസുധിയുടെ അമ്മയെയും ഈ സഹോദരങ്ങളെയും എന്ന് പറഞ്ഞാൽ കുറ്റം മാത്രമേ നമ്മൾ വരെ പറഞ്ഞിട്ടുള്ളൂ. ഈ കിച്ചു എന്ന് പറയുന്ന മകനെ നോക്കാറില്ല, അവരാരും അംഗീകരിക്കാറില്ല എന്നുള്ള തരത്തിൽ. പക്ഷെ ഇപ്പം ആ പയ്യൻ എവിടെയാണ് നിൽക്കുന്നത്? അതുപോലെ തന്നെ കൊല്ലസുധിയുടെ വീട്ടിൽ കൊല്ലസുധിയുടെ അമ്മയുടെ സ്നേഹം കണ്ടോ നിങ്ങൾ? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരുടെ പൈസ മുഴുവൻ പോയിരിക്കുന്നത് വേറെ വഴിയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊല്ലസുധിയുടെ പൈസ മുഴുവൻ അയാൾ രേണുവിനെ ഏൽപ്പിച്ചു. രേണുവാണെങ്കിൽ അവരുടെ കുടുംബങ്ങളെല്ലാം നല്ല സെറ്റിലാക്കി. ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്തത്? ഇപ്പോഴും കൊല്ലം സുധിയുടെ മകന് കിച്ചുവിന് അവിടെ സ്ഥാനമുണ്ടോ? അവിടെ ആരാണുള്ളത്? രേണുവിൻ്റെ കുടുംബക്കാരാണ്. രേണുവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പണ്ട് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ശ്രീകണ്ഠൻ നായർ എന്താ ശമ്പളം കൊടുക്കുന്നില്ലേ കൊല്ലം സുധിക്ക്, ഇയാളുടെ ശമ്പളമൊക്കെ എവിടെയാണ് പോകുന്നത് എന്ന്. അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് ഉണ്ട്. ആ കമൻറ്റ് ഇന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ വിചാരിക്കുന്നത് പോലെയല്ല, ഈ രേണുവിൻ്റെ
രേണുവിൻ്റെ വീട്ടിലുള്ള എല്ലാ ചെലവുകളും അതുപോലെ തന്നെ രേണുവിൻ്റെ മാതാപിതാക്കളുടെ ചികിത്സ വരെ നടത്തുന്നത് ഈ സുധിച്ചേട്ടനാണ്. അതുകൊണ്ടാണ് അയാളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത്. വേറെ ആരും ഒന്നും ചെയ്യത്തില്ല. അതായത് ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ് ഇവരെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കറവ പശുവിനെ പോലെയാണ്. കാരണം ഇയാളോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ ആ ട്രോഫിയും ഇതൊക്കെ എടുത്ത് ഉള്ളിലേക്ക് തള്ളി വെക്കുമോ? നിങ്ങളൊന്ന് പറ. അതായത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? അയാൾക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ, അയാൾക്ക് കിട്ടിയ വീട്, അയാൾക്ക് കിട്ടിയ എല്ലാ ഇതും നമ്മൾ അയാളോടുള്ള ബഹുമാനം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കാണുന്ന സ്ഥലത്തല്ലേ വെക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്ന സ്ഥലത്തല്ലേ വെക്കുക. അതല്ല ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കിൽ കെട്ടിയിട്ട് ഉള്ളിൽ തള്ളിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ അയാളുള്ള സ്നേഹം. അതാണ് ഞാൻ പറയുന്നത്. ഇയാളുടെ പൈസ മുഴുവൻ പോയ വഴി ഇങ്ങനെയാണ്. ഇയാളുടെ പൈസ അല്ലാതെ ഇയാൾക്ക് ശമ്പളം കിട്ടാതിരുന്നിട്ടൊന്നും അല്ല. നല്ല പൈസ ശമ്പളമുണ്ട്. കാരണം കൊല്ലം സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിൻ്റെ ഒരു നെടുന്തൂണ് തന്നെയാണ്. എന്തിനധികം പറയുന്നത്, ഞാൻ 2 ദിവസം മുമ്പ് നിഷാ സാരംഗിൻ്റെയും അതുപോലെ തന്നെ ബിജു സോപാനത്തിൻ്റെയും ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു സീരിയൽ വന്നതിന് ശേഷമാണ് അവരൊരു വീടെടുത്തത്, ഒരു കാറ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതും അവർ ചെയ്തത് ആ ഒരു സീരിയൽ കൊണ്ടാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിക്ക് പലതും ചെയ്യാമായിരുന്നു. പക്ഷേ ഇയാളുടെ പൈസ എവിടെയാണ് പോയത്? ഇയാൾ മരിക്കുമ്പോഴും ഒരുപാട് കടക്കാരനാണെന്ന് പറയുന്നു. ഇയാൾ പൈസക്ക് ഭയങ്കരമായിട്ടുള്ള ടൈറ്റുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴെന്താ ടൈറ്റില്ലേ? ഇപ്പൊ രേണു സുധി അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലേ? അന്ന് ഈ സുധിയെ മുൻനിർത്തിയിട്ട് പൈസ കടം വാങ്ങിക്കലും അയാളെ അപമാനിക്കലും കൊറോണ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല രീതിയിൽ അപമാനിച്ചിട്ടുണ്ട് അയാളെ. അതായത് അയാൾ പല സ്ഥലങ്ങളിലും കടം വാങ്ങിച്ചു, എന്നിട്ട് തെരാ കൊച്ച എന്നൊക്കെ പറയുന്ന കുറേ ഡയലോഗുകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ മനുഷ്യനെ ഇവരെല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതായത് ഇവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നന്ദിയില്ല, ഒരു തരത്തിലുള്ള നന്ദി ഒരാളോടുമില്ല. സ്വന്തം ഭർത്താവിനോടില്ല. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടെടുത്ത് തന്ന ആ ഒരു ഫിറോസ് ഭായിയോട്, അവരോട് നിങ്ങൾ നന്ദിയൊന്നും കാണിക്കണ്ട. നിങ്ങളുടെ ഭീഷണി ഉണ്ടല്ലോ, ആ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് യൂട്യൂബർമാരെ കൊണ്ടുവന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെ കമ്പനി പൂട്ടിക്കും, നിങ്ങളെ കമ്പനി നാറ്റിക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ഇപ്പോഴും അവർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രേണു സുധി എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, രേണു സുധിയുടെ പുറകെ നിങ്ങൾ എന്തിനാണ് നടക്കുന്നത് മനുഷ്യ എന്നൊക്കെ ചോദിച്ചു വരുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഫിറോസിനോട് പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഫിറോസിനോട് അങ്ങനെ പറയാൻ പാടുണ്ടോ ഈ സ്ത്രീ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആർക്കും ഇത് കേട്ടപ്പോഴും ശരിക്ക് സുധിയുടെ മകനുണ്ടല്ലോ കിച്ചു, അവൻ ഒരുപാട് വിഷമമായിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് അവനാ നന്ദിയുണ്ട്. അവന് ആരെങ്കിലും 1 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലോ അവൻ്റെ അച്ഛനെയോ അച്ഛൻ്റെ ആ ഒരു ഇതിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദിയുള്ള മകൻ തന്നെയാണ്. അവൻ തന്നെയാണ് ഇത് പുറംലോകത്ത് എത്തിച്ചതും. അത് പറയാതെ വയ്യ. അതായത് കൊല്ലസുധിക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. അയാളുടെ ട്രോഫിയും ഇതൊക്കെ അങ്ങ് വെളിയിലാണ്. അത് മാത്രവുമല്ല, അവിടെ കുറേ ആൾക്കാർ അങ്ങനെ കയറി അങ്ങ് നിരങ്ങുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രോഫിയും ഇതും വെക്കാൻ അവിടെ സ്ഥലമില്ല പോലും. എന്നിട്ട് പറയുകയാണ് ആ വീടെടുത്ത് തന്നവന്മാർ നമുക്കൊരു ഷെൽഫ് പോലും ഉണ്ടാക്കി തന്നിട്ടില്ല, ചോരുന്ന വീടാണ് തന്നിരിക്കുന്നത്. എന്തൊരു മനുഷ്യസ്ത്രീയാണ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇതൊരു വേൾഡ് നന്ദി കേട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു 1.5 നന്ദികേടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇവർ കാണിക്കുന്ന കോപ്രായങ്ങളായാലും എന്ത് തോന്നിയവാസമായി കഴിഞ്ഞാലും ശരി, ഒരു കാരണവശാലും ഇവരെ സപ്പോർട്ട് ഒരാൾ ചെയ്യരുത്. കാരണം അത്രയും ഒരു എന്താ പറയേണ്ടത്, ഒരു ഭയങ്കരമായിട്ടുള്ള ഇത് തന്നെയാണ് ഈ ഫിറോസിനോട് കാണിച്ചിരിക്കുന്നത്. അയാളുടെ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ യൂട്യൂബിലിട്ട് നാറ്റിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ വീട് ഫിറോസിനോട് വരെ പൊളിച്ചുകൊണ്ട് പോയിക്കോ. കാരണം എനിക്ക് വേണ്ട. നിങ്ങൾക്ക് അവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വീട് എങ്ങനെയെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫ്ലാറ്റ് എടുക്കണം. അത് തന്നെയാണ് തീരുമാനം. കൊല്ലം സുധി പണ്ട് അധ്വാനിച്ച പൈസ എവിടെയും പോയിട്ടില്ല. അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയോ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നല്ല വരുമാനവും വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിൽ മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് സുധിക്ക് കടമാണ്, സുധിക്ക് ബാധ്യതയാണ് എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ കൊല്ലത്തുതി മാത്രമല്ല, ഒരുപാട് കലാകാരന്മാർ മരുന്നിന് പോലും പൈസയില്ലാതെ നരകയാതന അനുഭവിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് സംരക്ഷിച്ച് കഴിഞ്ഞാൽ അതായത് കുറച്ച് നന്ദി ഉണ്ടാകും. ഈ സ്ത്രീയെ പോലെ ആവില്ല. ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒരു കാരണവശാലും മുടക്കരുത്. ലൈക്ക് മറന്നു പോകരുത്. ബൈ.